Hi friends, welcome to Pratap G Tech. Realme 3 Pro എന്ന ഫോണിൽ നമ്മൾ ഒരു ബാറ്ററി ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ടെസ്റ്റ് നടത്തുകയാണ്. അതായത് എത്ര നേരം കൊണ്ട് ഇത് ചാർജ് ആവുന്നു, അതേപോലെ എത്ര നേരം ഇത് ലാസ്റ്റ് ചെയ്യുന്നു ബാറ്ററി, ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഇത്തരം വീഡിയോസ് ഫോണുകൾ റിവ്യൂ ചെയ്യുമ്പോൾ ചെയ്യാറില്ല, പക്ഷേ ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ കമൻറ്റ് വഴി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതായത് നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ബാറ്ററി ചാർജിങ് സ്പീഡ്, ഡിസ്ചാർജിങ് ലെവലൊക്കെ. ഇതിന് 20 വാട്ട് ഫാസ്റ്റ് ചാർജർ, 5 വാട്ട് 4 ആമ്പ് VOOC ചാർജറാണ് വരുന്നത്. അത് ബോക്സിൽ കിട്ടുന്നുണ്ട്. ആ ബോക്സിൽ വന്നിരിക്കുന്ന ചാർജർ കൊണ്ടാണ് നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് 14%, 0-ൽ നിന്നാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഫോൺ ചാർജ് കഴിഞ്ഞ് ഓഫായി കിടക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ 0 നിന്ന് 10 മിനിറ്റ് കൊണ്ട് 14% ചാർജ് ആവുന്നുണ്ട്. 5 വാട്ട് 4 ആമ്പ് VOOC ചാർജറിൻ്റെ പ്രത്യേകത നമുക്ക് ഹീറ്റിംഗ് ഒന്നും ഓവറായിട്ട് വരില്ല എന്നുള്ളതാണ്. ഒരു നൈസ് ഹീറ്റിംഗ്, സാധാരണ ഫോണുകൾ സാധാരണ ചാർജർ കൊണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു നൈസ് ഹീറ്റിംഗ് മാത്രമാണ് വരുള്ളൂ. ഓവർ ഹീറ്റിംഗ്, കൂടുതൽ വോൾട്ടേജ് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു സംഭവം ഇവിടെ വരുന്നില്ല. 5 വാട്ട് 4 ആമ്പാണ്, അതുകൊണ്ട് തന്നെ ഓവർ ഹീറ്റിംഗ് വരില്ല. ഒരു 40 ഡിഗ്രി ബാറ്ററി ടെമ്പറേച്ചർ കാണാം. ഒരു നൈസ് ഹീറ്റിംഗ് അല്ലാതെ ഓവർ ഹീറ്റിംഗ് വരുന്നില്ല. അപ്പോൾ നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് സംവിധാനം ഈ ഓവർ ഹീറ്റിംഗ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ചാർജ് ആയിരിക്കുന്നത് ഒരു 41% ആണ്. ഇപ്പോഴും നമുക്ക് ബാറ്ററി ടെമ്പറേച്ചർ 40-ൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഓവർ ഹീറ്റിംഗ് ഇല്ല എന്നുള്ള കാര്യം നമുക്കിവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. നല്ല ഫാസ്റ്റായ ഒരു ചാർജിങ് സംവിധാനം. അരമണിക്കൂർ കൊണ്ട് തന്നെ 41% ചാർജ് ആവുന്നുണ്ട്. 1 മണിക്കൂർ കൊണ്ട് 77% ബാറ്ററി ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മികച്ച ചാർജിങ് ഫെസിലിറ്റി തന്നെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ കാര്യമാണ് പറയുന്നത്, 2 സിം, ജിയോയും അതേപോലെ BSNL ഒക്കെ ഇതിനകത്തുണ്ട്. നോർമലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും ഉണ്ട്. നോർമലായ ഒരു ഫോൺ നിങ്ങൾ വീട്ടിൽ സാധാരണ ഉപയോഗിച്ച് എങ്ങനെ ചാർജ് ചെയ്യും ആ രീതിയിലാണ് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1.5 മണിക്കൂർ കൊണ്ട് 100% ചാർജ് ആയിരിക്കുകയാണ്. തീർച്ചയായിട്ടും മികച്ച ഒരു ചാർജിങ് സംവിധാനം തന്നെയാണത്. അപ്പോൾ നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് സംവിധാനമുള്ള ഒരു ഫോണാണ് Realme 3 Pro. ചാർജർ ബോക്സിൽ തന്നെ വരുന്നുണ്ട്. ആ ചാർജർ കൊണ്ട് തന്നെയാണ് നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത്, VOOC ചാർജർ കൊണ്ട്. അപ്പോൾ എന്തായാലും മികച്ച ഒരു ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റി നമ്മളിവിടെ കണ്ടു. അപ്പോൾ നല്ല ഫാസ്റ്റ് ചാർജിങ് സംവിധാനമുള്ള നല്ലൊരു ഫോണാണ് Realme 3 Pro. ഇനി നമുക്കിതിൻ്റെ ഡിസ്ചാർജിങ് ലെവൽ അതൊന്ന് നോക്കാം. ഡിസ്ചാർജിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു സംഭവം പലർക്കും പലതായിരിക്കും, യൂസേജിനനുസരിച്ചുകൊണ്ട്. ചിലർ കൂടുതൽ നേരം PUBG കളിക്കുന്നവരുണ്ടാവാം, അവർക്ക് ചിലപ്പോൾ ഇത്രയും ബാറ്ററി ലൈഫ് കിട്ടിയെന്ന് വരില്ല. അപ്പം ഞാൻ അധികം PUBG അങ്ങോട്ട് കളിക്കാത്ത ഒരാളാണ്. പക്ഷേ എങ്കിലും നമ്മൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി പഠിച്ചിപ്പോൾ കണ്ടമാനം കളിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രോ പ്ലെയർ ആയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റൊക്കെ ചെയ്ത് കണ്ടു. അപ്പോൾ എന്തായാലും അത് കണ്ടമാനം കളി തുടങ്ങി, അത് തന്നെയാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ PUBG ഒന്ന് കുറച്ച് നേരം കളിച്ച് നോക്കാം. ഒരു 1 മണിക്കൂറൊക്കെ PUBG കളിക്കുമ്പോൾ എത്ര ബാറ്ററി ലോസ് ആവുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ അങ്ങനെ ഒന്ന് കളിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും നേരെ PUBG സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ PUBG കളിച്ച് കഴിയുമ്പോൾ 80% ബാറ്ററി ബാക്കിയുണ്ട്. ഇതിൻ്റെ കൂടുതൽ നമ്മൾ വൈഫൈ എനേബിൾ ചെയ്തിട്ടുണ്ട്. കാരണം പല സുഹൃത്തുക്കളും വൈഫൈ കിട്ടുകൊണ്ടായിരിക്കും കളിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ടെസ്റ്റിൽ ഇവിടെ വൈഫൈ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 20% ബാറ്ററിയാണ് 1 മണിക്കൂർ PUBG കളിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചപ്പോൾ, ഈ വൈഫൈ അടക്കം ഉപയോഗിച്ചപ്പോൾ നമുക്ക് വന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് വീഡിയോസാണ്. ഈ 1 മണിക്കൂർ തൊട്ട് ഇനി അങ്ങോട്ട് യൂട്യൂബ് വീഡിയോസ്. അപ്പോൾ ബാറ്ററി നമുക്കിപ്പോൾ നിൽക്കുന്നത് ഒരു 80% ആണ്. 80% നിന്ന് കഷ്ടി 1 മണിക്കൂറോളം നമ്മൾ യൂട്യൂബ് വീഡിയോസ് പ്ലേ ചെയ്യാൻ പോവാണ്. അപ്പോൾ എത്ര പെർസെൻറ്റേജ്? 1 മണിക്കൂർ, കഷ്ടി 1 മണിക്കൂർ. അതിപ്പോൾ കൃത്യമായിട്ടൊരു മണിക്കൂറെന്നല്ല, ഒരു 50 മിനിറ്റ് വരെയൊക്കെ, അല്ലെങ്കിൽ 1 മണിക്കൂർ, ആ ഒരു റേഞ്ചിൽ നമ്മൾ 1 മണിക്കൂർ റേഞ്ചിൽ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ എത്ര പെർസെൻറ്റേജ് ബാറ്ററി ലോസ് ആവും എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അപ്പോൾ കഷ്ടി നമ്മളിപ്പോൾ ഒരു മണിക്കൂറോളം യൂട്യൂബ് വീഡിയോസ് കണ്ടിരിക്കുകയാണ്. ഈ 1 മണിക്കൂർ കഴിയുമ്പോൾ 80% നിന്ന് 67% ആയിട്ട് ബാറ്ററി കുറഞ്ഞിരിക്കുകയാണ്. 67% ആകുമ്പോൾ ബാറ്ററി 13% 1 മണിക്കൂർ യൂട്യൂബ് വീഡിയോസ് കാണുന്നതിന് നമുക്കൊരു 13% ആണ് ബാറ്ററി ലോസ് ആവുന്നത്. ഇത് നമ്മൾ അടുത്ത 1 മണിക്കൂർ നേരം പാട്ടുകൾ പ്ലേ ചെയ്യാൻ പോവാണ്. മ്യൂസിക് നമ്മുടെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പാട്ട് തന്നെയാണ്, പക്ഷേ ഗാനയിലാണ് അത് ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഓൺലൈൻ സ്ട്രീമിംഗ് അല്ല നടത്തുന്നത്. ഗാനയിലുള്ള പാട്ടുകൾ ഡൗൺലോഡ് കൊടുത്തതിന് ശേഷമുള്ള പാട്ടുകളാണ്, എങ്കിലും അതൊരു ഓൺലൈൻ ആപ്ലിക്കേഷനാണ്, നമുക്കറിയാം. അപ്പോൾ അതിൽ നമ്മൾ പാട്ട് പ്ലേ ചെയ്യുകയാണ്. കഷ്ടി 1 മണിക്കൂറോളം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാകും അതിൻ്റെ ഒരു പെർഫോമൻസ്. 56% ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്, 67 നിന്ന് 56. അപ്പോൾ ഒരു 11% ബാറ്ററിയാണ്. ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ MP3 ഈ ഗാന ആപ്ലിക്കേഷൻ പോലുള്ള ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു പാട്ട്, ആ ഗാന ആപ്ലിക്കേഷനിൽ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 11% നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം അത് ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് അങ്ങനെയായിരിക്കും. അപ്പോൾ 56% എന്നുള്ള ലെവലിലേക്കാണ് എത്തുന്നത്.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്യാമറ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ പോകണം. ഒരു 10-15 മിനിറ്റ് മാത്രം. അധികമൊന്നും ക്യാമറ നമ്മളിപ്പോൾ നോർമലി ഉപയോഗിക്കാൻ പോകുന്നില്ല. ഒരു 15 മിനിറ്റ് ക്യാമറ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര ചാർജ് നമുക്ക് ഡ്രോപ്പ് ആവും? ഒരു 15 മിനിറ്റ് നമ്മൾ യൂസ് ചെയ്തിരിക്കുകയാണ് ക്യാമറ. അത് കഴിയുമ്പോൾ 49% ആണ്. 56% ആയിരുന്നു. അപ്പോൾ നമുക്കൊരു 6-7% എന്ന് പറയാം അല്ലേ. അപ്പോൾ അത്രയും ബാറ്ററി ലോസ് ആവുന്നുണ്ട് അവിടെ. ഇനി നമ്മൾ ബ്രൗസിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു 3 മണി തൊട്ട് മൂന്നാമത്തെ മണിക്കൂർ തൊട്ട് 4-4ാമത്തെ മണിക്കൂർ വരെ ഒരു മണിക്കൂറോളം തുടർച്ചയായിട്ട് ബ്രൗസിങ് സോഷ്യൽ മീഡിയ ഒക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോയ്ക്ക് വേണ്ടി അത്രയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. 1 മണിക്കൂറൊന്നും തുടർച്ചയായിട്ട് നമ്മൾ ബ്രൗസ് ചെയ്യാറില്ല. ഇങ്ങനെ 1 മണിക്കൂർ തുടർച്ചയായിട്ട് ബ്രൗസ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് 1 മണിക്കൂർ നമ്മൾ ബ്രൗസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഒരു ചിലവെന്ന് പറയുന്നത് 16% ആണ്. 16% ബാറ്ററിയാണ് ഡ്രോപ്പ് ആവുന്നത്. അതേപോലെ കോളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു 33% 27% ആയിട്ട് ഒരു അരമണിക്കൂർ കോൾ ചെയ്യുന്നതിന് കുറഞ്ഞുണ്ട്. അപ്പോൾ ഒരു 6% ആണ് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അരമണിക്കൂറോളം കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവാകുന്നത്. അതേപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് ജനറലായിട്ട് മിക്സായിട്ട് യൂട്യൂബും അതേപോലെ തന്നെ കുറച്ച് നേരം ഗെയിമിങ്, അതേപോലെ കുറച്ച് കോള്, അതേപോലെ കുറച്ച് ബ്രൗസിങ് എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ട് പിന്നീട് അങ്ങോട്ടൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറോളം നമുക്ക് വീണ്ടും ബാറ്ററി ബാലൻസ് കിട്ടി. 27% 0 ആവാൻ വേണ്ടി അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. 1.5 മണിക്കൂറോളം പിന്നെയും നമുക്ക് ലൈഫ് കിട്ടുകയുണ്ടായി. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് 6 മണിക്കൂർ 21 മിനിറ്റാണ് ടോട്ടലായിട്ട് നമുക്ക് ഈ ഒരു ഫോണിലെ ചാർജ് നിന്ന് കിട്ടിയത്. കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചപ്പോൾ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു ദിവസത്തിൽ കൂടുതലും ബാറ്ററി ലൈഫ് കിട്ടാവുന്ന ഒരു സെറ്റപ്പാണ് ഈ ഒരു ഫോണിലുള്ളത് എന്നാണ് എനിക്ക് എൻ്റെ ഈ ഒരു ടെസ്റ്റിൽ നിന്ന് മനസ്സിലായത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു തന്നെയാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു ടെക് വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.